Kerala and Karnataka, the glow of purity. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ഇടവപ്പാതിയിൽ കുളി കഴിയുന്ന കടമ്പിൻ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യോലക്കുടയ്ക്കുള്ളിൽ
നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷവധാനിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന
സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇടവപ്പാതിയിൽ കുളി കഴിഞ്ഞു കടമ്പിൻ പൂചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ ആരെയോ തിരയുന്ന സഖിയും പാതയിൽ ഇടയുന്ന മിഴിയും ഓർമ്മകൾ പൂവിടും നിമിഷം ധന്യം. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ,
കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.